വെൽക്കം ടു സൈലം IAS. അപ്പോൾ ഈ ഫെബ്രുവരി 1 നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2026-27 ഫൈനാൻഷ്യൽ ഇയറിലത്തേക്കുള്ള യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു ബഡ്ജറ്റിൻ്റെ ഹൈലൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് ഒറ്റ നോട്ടത്തിൽ അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ബഡ്ജറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോയും അതുപോലെ എക്കണോമിക് സർവേയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് ബഡ്ജറ്റ് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ബഡ്ജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യുവശക്തി ഡ്രിവൻ ബഡ്ജറ്റ് ആണെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. ഒരു യൂത്ത് പവർ, അതായത് യുവജനങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള, അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷൻ സെക്ടർ, അത്തരത്തിലുള്ള യുവജനങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുള്ള ഒരു ബഡ്ജറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്ന എന്താ, ഫോക്കസ് ഓൺ പുവർ, അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്, അതായത് അൺസേർവ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റീനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ആണെന്നും ഗവൺമെന്റ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയുന്നു ഒരു ഹൈ ഗ്രോത്ത് റേറ്റ് ഓഫ് അറൌണ്ട് 7%. അപ്പോൾ ഒരു 7% ഒരു ആവറേജ് 7% ഗ്രോത്ത് റേറ്റ് ആണ് ഗവൺമെൻറ് ഒരു ബഡ്ജറ്റിനകത്ത് പറയുന്ന ഒരു വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ, സ്റ്റേബിളായിട്ട് ഈ ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഫോക്കസ് ചെയ്യണം. എനർജി സെക്യൂരിറ്റിയിൽ പ്രത്യേകിച്ച് സെൽഫ് സഫിഷ്യൻസിയിൽ ഫോക്കസ് ചെയ്യണം. ദെൻ റെഡ്യൂസ് ക്രിട്ടിക്കൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്, ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ അതുപോലെ തന്നെ ഐറ്റത്തിൻ്റെ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് പരമാവധി കുറച്ച് അതിലും നമുക്ക് സ്വയം പര്യാപ്തത, ഒരു ആത്മനിർഭരത കൈവരിക്കണം. ഫാർ റീച്ചിങ് സ്ട്രക്ചറൽ റിഫോംസ്, ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ, ജസ്റ്റ് ഒരു സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഒരു ലോങ് ടേം സ്ട്രക്ചറൽ റിഫോംസ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. ദെൻ ഫിസ്ക്കൽ പ്രൂഡൻസ്, അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫിസ്ക്കൽ ഗവൺമെൻറ് ഒരു പബ്ലിക് ഫൈനാൻസ്, ഗവൺമെൻറ് ഒരു പബ്ലിക് ഫിസ്ക്കൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ഫിസ്ക്കൽ പ്രൂഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഗവൺമെൻറ് പറയുന്നുണ്ട്. ദെൻ മോണിറ്ററി സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. സ്ട്രോങ് ത്രസ്റ്റ് ഓൺ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ശ്രദ്ധിക്കുക, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സിറ്റിസൺ ബെനിഫിറ്റ് ഫ്രം ഗവൺമെൻറ് ആക്ഷൻ, ഒരു സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗവേണൻസിനെ പറ്റിയും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ 7% ഹൈ ഗ്രോത്ത് റേറ്റ് കൈവരിക്കണം എന്നുള്ള കാര്യം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എലമെൻറ്റ്സ് ആണ് ഗവൺമെൻറ് പറയുന്നത്. മാത്രമല്ല ഇനി ഒരു എയിം ആയിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ പറയുന്നത് ട്രാൻസ്ഫോം ആസ്പിറേഷൻ ഇൻ ടു അച്ചീവ്മെൻറ്റ്, പൊട്ടൻഷ്യൽ ഇൻ ടു പെർഫോമൻസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൈവരിക്കുക, എന്താണോ നമ്മുടെ പൊട്ടൻഷ്യൽ അത് നമ്മുടെ പെർഫോമൻസ് ആയിട്ട് മാറ്റുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി നമുക്കറിയാം ഈ ഒരു ഇയർ എൻഡിങ് സമയത്ത് ഒരു ഡിസംബർ അടുപ്പിച്ചിട്ട് ഗവൺമെൻറ് ഒരു എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ ഇപ്പോൾ നിലവിലൊരു ഗോൾഡി ലോക്ക് സിറ്റുവേഷൻ ആണ്, ഒരു സസ്റ്റൈൻഡ് ഗ്രോത്ത് ആൻഡ് മോഡറേറ്റ് ഇൻഫ്ലേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു ബഡ്ജറ്റിനകത്തും പറയുന്നു. അത് കൂടാതെ 2 അഡീഷണൽ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഫിസ്ക്കൽ ഡിസിപ്ലിൻ. അപ്പോൾ ഗവൺമെൻറ് കൃത്യമായിട്ടും ഈ ഒരു ബഡ്ജറ്റിലുടനീളം ഫിസ്ക്കൽ ഡിസിപ്ലിനെ പറ്റി മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ് കുറയ്ക്കുക, ഡെഫിസിറ്റുകൾ കുറച്ചു കൊണ്ടുവരിക, ഡെറ്റ് ടു GDP റേഷ്യോ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫിസ്ക്കൽ ഡിസിപ്ലിനകത്ത് പറയുന്നുണ്ട്. ദെൻ എക്കണോമിക് സ്റ്റെബിലിറ്റി, സസ്റ്റെയിൻ ഗ്രോത്ത് ആൻഡ് മോഡറേറ്റ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബഡ്ജറ്റിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്കറിയാം കർത്തവ്യ ഭവനാണിപ്പോൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻസ് മിനിസ്ട്രി ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. മുന്നേ അത് നോർത്ത് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്തവ്യ ഭവനിൽ ആദ്യമായിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റാണിത്. അപ്പോൾ അത് കൃത്യമായിട്ട് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് സ്പീച്ചിനിടയ്ക്ക് തന്നെ പറയുന്നുണ്ട്, കർത്തവ്യ ഭവനിൽ ആദ്യമായിട്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ 3 കർത്തവ്യങ്ങളാണ് ഈ ഒരു ബഡ്ജറ്റിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 3 കർത്തവ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ഈ ഒരു ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ബഡ്ജറ്റ് നിലനിൽക്കുന്നത് ഈ ഒരു 3 കർത്തവ്യാസിൻ്റെ അടിസ്ഥാനത്തിൽ. ഫസ്റ്റ് കർത്തവ്യ ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ്. സാമ്പത്തിക വളർച്ച കൂട്ടുക, ആക്സിലറേറ്റ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ച സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. സെക്കൻഡ് വൺ ഫുൾഫിൽ ആസ്പിറേഷൻ ഓഫ് അവർ പീപ്പിൾ, ജനങ്ങളുടെ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യുക. ദ തേർഡ് കർത്തവ്യ ഇസ് വിഷൻ തേർഡ് കർത്തവ്യ എന്ന് പറയുന്നത് സബ്കാ സാത്ത് ആൻഡ് സബ്കാ വികാസ് എന്നുള്ളതാണ്. അതായത് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ഒരു തേർഡ് കർത്തവ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 മെയിൻ ആയിട്ടുള്ള ഒരു 3 പില്ലേഴ്സിൻ്റെ ബേസിസിലാണ് ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ
ഗവൺമെൻറ് സ്കീംസ്, ഇനിഷ്യേറ്റീവ്സ് എല്ലാം തന്നെ ഈ 3 പില്ലേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കർത്തവ്യം നമ്മൾ പറഞ്ഞു, സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ആക്സിലറേറ്റ് എക്കണോമിക് ഗ്രോത്ത് ബൈ എൻഹാൻസിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്, ബിൽഡിംഗ് റിസൈലൻസ് ടു വോളറ്റൈൽ ഗ്ലോബൽ ഡൈനാമിക്സ്. നമുക്കറിയാം ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഓരോ ദിവസവും പല തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ലോകത്ത് നിന്ന്. അപ്പോൾ അത് ഇന്ത്യനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിൽഡിംഗ് റിസൈലൻസ്, ഒരു പ്രതിരോധം നമ്മൾ സൃഷ്ടിക്കണം. കാരണം മാറി വരുന്ന ലോക സാഹചര്യത്തിനനുസരിച്ച് നമ്മളെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്കണോമി അല്ല ലോകത്തൊന്നും തന്നെ. എല്ലാവരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥകളാണ്. അങ്ങനെ വരുമ്പോൾ ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡിംഗ് റിസൈലൻസ്, നമ്മളൊരു പ്രതിരോധം, ഈ പറയുന്ന മാറുന്ന സാഹചര്യത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. അതിനകത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ആത്മനിർഭരത, സ്വയം പര്യാപ്തത, പരമാവധി ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കുക. ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ മേൽ അമിതമായിട്ടുള്ള താരിഫ് ഏർപ്പെടുത്തുന്ന സമയത്ത് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറച്ച് ഒരു സെൽഫ് സഫിഷ്യൻസി കൈവരിക്കുക എന്നുള്ളതെല്ലാം തന്നെ ഈ ഒന്നാമത്തെ കർത്തവ്യയുടെ കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സെക്കൻഡ് കർത്തവ്യ, ഫുൾഫിൽ ആസ്പിറേഷൻസ്, ബിൽഡിംഗ് പീപ്പിൾ കപ്പാസിറ്റി, കൂടുതൽ തൊഴിലവസരങ്ങൾ, മേക്കിംഗ് ദം സ്ട്രോങ് പാർട്ട്നേഴ്സ് ഇൻ ഇന്ത്യാസ് പ്രോസ്പെരിറ്റി, ഇന്ത്യയുടെ പ്രോസ്പെരിറ്റിയിൽ അവരെയും കൂടെ പാർട്ട്നേഴ്സ് ആക്കി മാറ്റുക. ദെൻ ദ തേർഡ് കർത്തവ്യ, സബ്കാ സാത്ത് ആൻഡ് സബ്കാ വികാസ്. നമ്മൾ പറഞ്ഞു എവറി ഫാമിലി, കമ്മ്യൂണിറ്റി, റീജിയൻ, ഇവരെല്ലാവരും തന്നെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള വിഭവങ്ങൾ വിതരണം ചെയ്യുക, അമ്യൂണിറ്റീസ്, വസ്തുക്കൾ, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയതെല്ലാം തന്നെ മൂന്നാമത്തെ കർത്തവ്യക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് 3ന്റെയും അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഓരോ സ്കീമുകളും പ്രോഗ്രാമുകളും എല്ലാം തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബഡ്ജറ്റിലൂടെ. ഇനി പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഗവൺമെന്റ് പറയുന്നു വളർച്ചയുടെയും വികസനത്തിന്റെയും പില്ലേഴ്സ് എന്ന് പറയുന്ന ഈ താഴെ പറയുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ടായിരുന്നു ബഡ്ജറ്റിനകത്ത്. ഒന്ന്, സസ്റ്റൈനിങ് എക്കണോമിക് ഗ്രോത്ത്, സുസ്ഥിരമായിട്ടുള്ള സാമ്പത്തിക വളർച്ച കൊണ്ടുവന്ന്. നമുക്കറിയാം ഇന്ത്യ ഇസ് കറന്റ് ദ 4th ലാർജസ്റ്റ് എക്കണോമി. ഇന്ത്യ ഒരു 3rd ലാർജസ്റ്റ് എക്കണോമി ആകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ കറന്റ് $4.1 ട്രില്യൺ എക്കണോമിയാണ്, ഭാവിയിൽ $5 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറുന്നു. നമ്മുടെ ഒരു 3rd ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറുന്നു. അതിന് വേണ്ടിയിട്ടൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ആവശ്യമാണ്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം ഗവൺമെന്റിന്റെ ഒരു ഒരു ഡ്രീമാണ് 2047 കൂടി ഗവൺമെന്റ് വെച്ചിരിക്കുന്ന അജണ്ടയാണ് 2047 കൂടി വികസിത ഭാരതമായിട്ട് മാറുക, ഡെവലപ്ഡ് ഭാരതമായിട്ട് മാറുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻസ് ഓഫ് ദ ഗ്രോത്ത്, സ്ട്രെങ്തനിങ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ ഗ്രോത്ത്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ സെക്ടർ, അഗ്രികൾച്ചർ, പുതിയ ടെക്നോളജി, AI തുടങ്ങിയ ടൂളുകൾ. കാരണം ഗ്രോത്തിന്റെ ഫൗണ്ടേഷൻ, ഭാവിയിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആധുനിക ടെക്നോളജികൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ, അതുപോലെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ റയർ എർത്ത് എലമെന്റ്സ്, പിന്നെ നമ്മുടെ എക്സ്പോർട്ട് കൂട്ടുക, ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുക. ഇതെല്ലാം തന്നെ ഗ്രോത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആണ്. അത് മെച്ചപ്പെടുത്താൻ ഈ ബഡ്ജറ്റിനകത്ത് ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റ് ആൻഡ് ട്രസ്റ്റ് ബേസ്ഡ് ഗവേണൻസ്, ജനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വികസനമാണ്. നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്, ഒരു രാജ്യം എന്നത് അവിടുത്തെ മണ്ണ് മാത്രമല്ല, ഭൂമി മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ ചേരുന്നതാണ്. അപ്പാറാവുവിന്റെ കൃതിനെ കോട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ നിർമ്മലാ സീതാരാമൻ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ, എക്സ്റ്റൻഷനാണ് ഈ ബഡ്ജറ്റിൽ പറയുന്നത്, പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ നികുതിയുടെ കാര്യത്തിലാണെങ്കിലും, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും, നികുതി ഫയൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, അതുപോലെ ഇപ്പോൾ ജെറിയാട്രിക് കെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കെയർ എക്കണോമിയുടെ ഭാഗത്താണെങ്കിലും ഒക്കെ തന്നെ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ, അനൗൺസ്മെന്റുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റിലാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്, നമുക്കറിയാം എന്താണെന്നുള്ളത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഈസ് ഓഫ് ലിവിങ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരുന്ന രാജ്യത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നാൽ മാത്രമേ വളർച്ചേനെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, അല്ലെ പേസ് കൂട്ടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത്തരത്തിൽ വളർച്ച എൻഹാൻസ് ചെയ്യണം, കൂടുതൽ സ്ഥാപനങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനുള്ള മാർഗങ്ങളെല്ലാം തന്നെ എളുപ്പത്തിലാക്കി കൊടുക്കണം, അല്ലേ? അതായത് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം തന്നെ ഒന്ന് ലിബറലൈസ് ചെയ്ത് കൊടുക്കണം. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതുവഴി നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, കൂടുതൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നു, രാജ്യത്ത് പ്രൊഡക്ഷൻ കൂടുന്നു, ഗ്രോത്ത് ഉണ്ടാകുന്നു, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക. ദെൻ ഈസ് ഓഫ് ലിവിങ്, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഹെൽത്ത് സെക്ടർ ആണെങ്കിലും, ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ ഫിസ്ക്കൽ മാറ്റേഴ്സ്, മനസ്സിലായോ? ഫിസ്ക്കൽ മാറ്റേഴ്സ് കാരണം എന്ന് പറയുന്നത് ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ
എന്താ ഒരു ഫിസ്ക്കൽ സ്ട്രെങ്ത്, ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ, ഒരു ഫിസ്ക്കൽ പ്രൂഡൻസ്, അതിനകത്ത് കൃത്യമായിട്ട് ഗവൺമെൻറ് ഇവിടെ നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഡെഫിസിറ്റ് കുറയ്ക്കാനും ഡെറ്റ് കുറയ്ക്കാനും എല്ലാം തന്നെ. അപ്പോൾ ഫിസ്ക്കൽ മാറ്റേഴ്സ്, ഫിസ്ക്കൽ ഡിസിപ്ലിന് വേണ്ടി ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ നമ്മുടെ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, 3 കർത്തവ്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണെന്ന്. ആ 3 കർത്തവ്യങ്ങളാണ് നമ്മളിവിടെ 3-fold അപ്രോച്ച് എന്ന് പറയുന്നത്. ആ ഒരു 3-fold അപ്രോച്ച് വെറുതെ അങ്ങ് ഗവൺമെന്റ് പറയാണ് 3 കർത്തവ്യങ്ങളുണ്ട്, ഈ 3 കർത്തവ്യങ്ങൾ നിറവേറ്റണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ 3 കർത്തവ്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ടീവ് എക്കോസിസ്റ്റം നമുക്ക് ആവശ്യമുണ്ട്. 3-fold അപ്രോച്ച് റിക്വയർസ് എ സപ്പോർട്ടീവ് എക്കോസിസ്റ്റം. കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ടീവ് എക്കോസിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതാണ് താഴെ കൊടുത്തിട്ടുള്ള 3 എന്ന് പറയുന്നത്. ഈ പറയുന്ന 3 കർത്തവ്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സപ്പോർട്ടീവ് എക്കോസിസ്റ്റം, ഒന്ന് മൊമെന്റം ഓഫ് സ്ട്രക്ചറൽ റിഫോംസ്, അതായത് നമ്മുടെ സ്ട്രക്ചറൽ റിഫോമിന്റെ മൊമെന്റം ഒന്ന് പേസ് കൂട്ടുക. അതായത് സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലോങ് ടേമിൽ ലക്ഷ്യം വെച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ നടപടികളാണ് നമ്മൾ സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിരിക്കണം. തുടരെ നമ്മുടെ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് അഡാപ്റ്റീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള റിഫോംസ് ആയിരിക്കണം. ഇപ്പം ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു, അടുത്ത് വരുന്ന സമയത്ത് AI ഇനേബിൾഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം ഗവൺമെൻറ് ഇപ്പം വലിയ രീതിയിൽ AI ഇനേബിൾഡ് ആയിട്ടുള്ള ടെക്നോളജികൾ നമ്മുടെ ഗവേണൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ മറ്റെല്ലാ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, പല സെക്ടേഴ്സിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതായത് തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചറൽ റിഫോംസ്, ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. അത് കണ്ടിന്യൂസ് ആയിരിക്കണം, അഡാപ്റ്റീവ് ആയിരിക്കണം, മാറുന്ന ടെക്നോളജികളായിരിക്കണം, ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കണം, ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. ഇതിനടുത്ത് റോബസ്റ്റ് ആൻഡ് റിസൈലന്റ് ഫൈനാൻഷ്യൽ സെക്ടർ. ഇനി മറ്റൊന്ന് ഫൈനാൻഷ്യൽ സെക്ടർ അല്ലേ. ഫെബ്രുവരി 1 ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നതിൻ്റെ അന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു, സൺഡേ ആയിരുന്നു. പക്ഷേ സൺഡേ ആയിട്ട് പോലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് തുറന്ന് പ്രവർത്തിച്ചു. സാധാരണ സൺഡേ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നതല്ല, ഇത് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തു. പക്ഷേ അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് തുറന്ന് പ്രവർത്തിച്ചു. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവസ്ഥ മോശമായിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നേരെ നിഫ്റ്റിയും സെൻസെക്സും എല്ലാം താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പക്ഷേ അതല്ല ഇവിടെ പറയുന്നത്, ഫൈനാൻഷ്യൽ സെക്ടർ, ഒരു റിസൈലന്റ് ഫൈനാൻഷ്യൽ സെക്ടർ വേണം നമുക്ക്. അതിനകത്ത് ബാങ്കിങ്, ഇൻഷുറൻസ്, മണി മാർക്കറ്റ് തുടങ്ങിയവയെല്ലാം തന്നെ അതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ എന്ത് പറയുന്നത്, ഒരു മൊബിലൈസ് സേവിങ്സ്. നമുക്കറിയാം സേവിങ്സ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, അലോക്കേറ്റിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ്ലി ആൻഡ് മാനേജിങ് റിസ്ക് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫിനാൻഷ്യൽ സെക്ടർ, ഒരു സൗണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സെക്ടർ വേണമെന്ന് പറയുന്നു. ആൻഡ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഇൻക്ലൂഡിംഗ് AI ആപ്ലിക്കേഷൻ ക്യാൻ സെർവ് ആസ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ ഫോർ ബെറ്റർ ഗവേണൻസ്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ഇന്ത്യാസ് റിഫോം എക്സ്പ്രസ്. അതിനുശേഷം ബജറ്റിനകത്ത് നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നുണ്ട് ഇന്ത്യ ഇതുവരെ നടത്തിയിട്ടുള്ള പരിഷ്കരണങ്ങൾ, റിഫോം. അപ്പോൾ ഇന്ത്യാസ് റിഫോം എക്സ്പ്രസ് എന്നാണ് ആ ഒരു ഭാഗത്തിന് തന്നെ പേര് കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റ് ഹാസ് അണ്ടർടേക്കൻ കോംപ്രിഹെൻസീവ് എക്കണോമിക് റിഫോംസ് ടുവേർഡ്സ് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ്, ബൂസ്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ആക്സിലറേറ്റിംഗ് ഗ്രോത്ത്. അപ്പോൾ ഇതെന്താ, ഗവൺമെന്റ് ഒരു കഴിഞ്ഞു പോയ കാലത്ത് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതായിരുന്നു. എന്താ, എംപ്ലോയ്മെന്റ് കൂട്ടാൻ, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് റിഫോംസ് എടുത്തിട്ടുണ്ട്. ഓവർ 350 റിഫോംസ് ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്, ഇൻക്ലൂഡിങ് GST സിംപ്ലിഫിക്കേഷൻ. നമുക്കറിയാം GST 2.0 ഒരു വലിയൊരു റിഫോം ആയിരുന്നു. ഇന്ത്യയിൽ നികുതി മേഖലയിൽ കൊണ്ടുവന്ന വലിയൊരു പരിഷ്കാരമാണ് GST. അതിൽ തന്നെ ഒരു കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് GST 2.0 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഓഫ് ലേബർ കോഡ്സ്, റാഷണലൈസേഷൻ ഓഫ് മാൻഡേറ്ററി ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ്, ഇതെല്ലാം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള റിഫോംസ് ആണ്. ഹൈ ലെവൽ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഈസ് വർക്കിംഗ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ഡീറെഗുലേഷൻ, റെഡ്യൂസിങ് കംപ്ലയൻസ് റിക്വയർമെന്റ്സ്. മനസ്സിലായല്ലോ. അപ്പോൾ കംപ്ലയൻസ് റിക്വയർമെന്റ് പരമാവധി കുറച്ചാൽ മാത്രമേ രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും ഈസ് ഓഫ് ലിവിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റുകളുമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള റിഫോംസ് നടപ്പിലാക്കിയിട്ടുണ്ട്, ഇനി നടപ്പിലാക്കുകയും ചെയ്യുമെന്നും ഗവൺമെന്റ് ഒരു ഇന്ത്യാസ് റിഫോം എക്സ്പ്രസ് എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്ന, ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഏരിയയിൽ പറയുന്നുണ്ട്. ദെൻ ഈ ഒരു ബജറ്റിനകത്ത് വലിയ രീതിയിൽ ഫോക്കസ് കിട്ടിയ ഒരു മേഖലയാണ് MSME കേട്ടോ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകൾ. അപ്പോൾ MSMEകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 തരത്തിലുള്ള നടപടികളാണ് ഗവൺമെന്റ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന് ഇക്വിറ്റി സപ്പോർട്ട്, മറ്റൊന്ന്
പ്രൊഫഷണൽ സപ്പോർട്ട്, അത് കഴിഞ്ഞിട്ട് ലിക്വിഡിറ്റി സപ്പോർട്ട് ത്രൂ ട്രെഡ്സ്. അപ്പോൾ ഇക്വിറ്റി സപ്പോർട്ട്, പ്രൊഫഷണൽ സപ്പോർട്ട് ആൻഡ് ലിക്വിഡിറ്റി സപ്പോർട്ട് ത്രൂ ട്രെഡ്സ്. എന്താണ് ഇക്വിറ്റി സപ്പോർട്ട്? നമുക്കറിയാം SME അതായത് സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകൾക്ക് വേണ്ടിയുള്ള 10,000 കോടി ഗ്രോത്ത് ഫണ്ട് ഇക്വിറ്റി സപ്പോർട്ടായിട്ട് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 10,000 കോടിയുടെ ഗ്രോത്ത് ഫണ്ട്. ഇനി അതിനുശേഷം രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ സപ്പോർട്ട്. ഈ MSMEകൾക്ക് പലതരത്തിലുള്ള കംപ്ലൈൻസ് അവർക്കുണ്ടല്ലേ. കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ അവർ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ടാക്സ് ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമുക്കറിയാം GST ആയിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള കംപ്ലയൻസ് ഉണ്ട്. പലപ്പോഴും ആ കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും, കാരണം അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് കിട്ടുന്നില്ല. MSME ചെറുകിട വ്യവസായങ്ങളല്ലേ, അപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ആൾക്കാരെ ഹയർ ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പം പറഞ്ഞത് MSMEകൾക്ക് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് മിത്രാസിന് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം, അപ്പോയിൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് കോർപ്പറേറ്റ് മിത്രാസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന Tier 2 and Tier 3 ടൗൺസ്, എസ്പെഷ്യലി Tier 2 and Tier 3 ടൗൺസിൽ ഈ പറയുന്ന പോലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് പറയുന്നു, ICAI നമുക്കറിയാലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ്. അപ്പോൾ ഈ പറയുന്ന സ്ഥാപനങ്ങളോട്, ഈ പറയുന്ന പ്രൊഫഷണൽ ബോഡീസിനോട് ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ പ്രോഗ്രാംസ്, അതായത് ഹ്രസ്വകാല പ്രോഗ്രാമുകൾ, ഒരു ഷോർട്ട് ടേമിലത്തേക്കുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്തിട്ട് കോർപ്പറേറ്റ് മിത്രാസ്, അവർ അത്തരത്തിലുള്ള കോർപ്പറേറ്റ് മിത്രാസിനെ ഡെവലപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഈ പറയുന്ന പോലെ MSMEകൾക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ, അതുവഴി MSMEകൾക്ക് അവരുടെ കംപ്ലയിൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കോർപ്പറേറ്റ് മിത്രാസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് മറ്റൊരു പ്രൊഫഷണൽ സപ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലിക്വിഡിറ്റി സപ്പോർട്ട്. ലിക്വിഡിറ്റി സപ്പോർട്ട് അതെങ്ങനെയാണ് കൊടുക്കുക, ത്രൂ ട്രെഡ്സ്, ട്രേഡ് റിസീവബിൾ ഡിസ്കൗണ്ടിങ് സിസ്റ്റമാണ് ട്രെഡ്സ് എന്ന് പറയുന്നത്. ട്രേഡ് റിസീവബിൾ ഡിസ്കൗണ്ടിങ് സിസ്റ്റം, അതായത് RBI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ട്രെഡ്സ് എന്ന് പറയുന്നത്. MSME ആയിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ട്രേഡ് നടത്തുന്ന സമയത്ത് അവർക്ക് കിട്ടാനുള്ള പൈസ എല്ലാം കിട്ടാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്ന സംവിധാനമാണ്, ഓൺലൈൻ സംവിധാനമാണ് ട്രെഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, പലപ്പോഴും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുണ്ടോ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ MSMEയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ MSME സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ പ്രൊക്വയർ ചെയ്യാറുണ്ട്, പർച്ചേസ് ചെയ്യാറുണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് പേയ്മെൻ്റ് എല്ലാം തന്നെ ട്രെഡ്സ് വഴിയാണ് നടത്താനുള്ളത്. പക്ഷെ പലരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇന്ന് ബഡ്ജറ്റിനകത്ത്, കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാൻഡേറ്റ് ട്രെഡ്സ് ആസ് എ ട്രാൻസാക്ഷൻ സെറ്റിൽമെന്റ് പ്ലാറ്റ്ഫോം ഫോർ ഓൾ പർച്ചേസ് ഫ്രം MSME ബൈ CPSE. മനസ്സിലായല്ലോ, അതായത് സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ MSMEയിൽ നിന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെഡ്സ് വഴി മാത്രമേ പേയ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫോർ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസുകളെ പറ്റി പറയുന്നുണ്ട്, ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നെക്സ്റ്റ് ലിങ്കിങ് ജെം, ഗവൺമെൻറ് ഈ മാർക്കറ്റ് പ്ലേസിനെ ട്രെഡ്സുമായിട്ട്, ഗവൺമെൻറ് ഈ മാർക്കറ്റ് പ്ലേസിനെ ട്രെഡ്സുമായിട്ട് ലിങ്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ MSMEക്ക് ലിക്വിഡിറ്റി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി സപ്പോർട്ട് ത്രൂ ട്രെഡ്സ് വഴി ലിക്വിഡിറ്റി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഈ ഒരു ഏരിയക്കകത്ത് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് MSMEനെ ഫോക്കസ് ചെയ്ത് പറയുന്നത്, ഇക്വിറ്റി സപ്പോർട്ട്, ദെൻ പ്രൊഫഷണൽ സപ്പോർട്ട് ആൻഡ് ട്രെഡ്സ്. ദെൻ അടുത്ത് ഗവൺമെൻറ് പറയുന്നു, സർവീസ് സെക്ടർ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് സേവന മേഖല എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ വരുന്ന 2030-40 ഒക്കെ ആകുന്ന സമയത്ത് ലോകത്ത് ഏകദേശം 10% ഇന്ത്യയിൽ നിന്നാണ്, സർവീസ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ നിന്നായിരിക്കും എന്നൊക്കെ ഈ ഒരു ബജറ്റിനകത്ത് ഗവൺമെൻറ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് സെക്ടറിനെ ഒന്ന് പുതുക്കിയെടുക്കുക, അല്ലെങ്കിൽ സർവീസ് സെക്ടറിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക, അതിനുവേണ്ടി ഗവൺമെൻറ് കുറേ ഫോക്കസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹൈ പവേർഡ് എഡ്യൂക്കേഷൻ ഓൺ എംപ്ലോയ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രൈസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ടു ഫോക്കസ് ഓൺ സർവീസ് സെക്ടർ ആസ് എ കോർ ഡ്രൈവർ ഓഫ് വികസിത് ഭാരത്. സേവന മേഖലയെ നമ്മുടെ വികസിത് ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സായിട്ട് മാറ്റാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, സേവന മേഖലയെ നമ്മളെ വികസിത് ഭാരതത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഫോഴ്സാക്കി മാറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈ പവേർഡ് എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രൈസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീനെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്താ, ഗവൺമെൻറ് റെക്കമെൻഡേഷൻ കൊടുക്കുക. എന്താണ്, നമ്മുടെ വികസിത് ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്
സേവന മേഖലയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം. ദെൻ അപ്ഗ്രേഡ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഇൻ 10 സെലക്ട് ഡിസിപ്ലിൻസ്. 10 മേഖലകളിലുള്ള അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് പുതിയ സ്ഥാപനങ്ങൾ ഹെൽത്ത് മേഖലയിൽ കൊണ്ടുവരികയാണ്. ദെൻ കെയർ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വെറൈറ്റി ഓഫ് NSQF അലൈൻഡ് പ്രോഗ്രാം, നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ നെറ്റ്വർക്ക് അലൈൻഡ് പ്രോഗ്രാം, അതായത് മൾട്ടി സ്കിൽഡ് കെയർ ഗിവേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക. അതായത് നമുക്കറിയാം കെയർ എക്കോസിസ്റ്റം ഇന്ത്യയിലെന്ന് പറയുന്നത് ഇപ്പോൾ ജെറിയാട്രിക് കെയർ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കെയർ എക്കോസിസ്റ്റം വളർന്നു വരികയാണ്. കെയർ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മൾട്ടി സ്കിൽഡ് കെയർ ഗിവേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ നെറ്റ്വർക്കുമായിട്ട് ചേർന്ന് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ദെൻ മെഡിക്കൽ ടൂറിസം, 5 മെഡിക്കൽ വാല്യൂ ടൂറിസം ഹബ്ബുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് നടത്തും. സംസ്ഥാനങ്ങളുമായിട്ടും അതുപോലെ പ്രൈവറ്റ് പ്ലെയേഴ്സുമായിട്ട് ചേർന്ന് കൊണ്ടുവരുമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. ദെൻ ആയുഷുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ ഒരു ബജറ്റ് സ്പീച്ചിനിടയ്ക്ക് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. യോഗ എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ കൊടുത്ത ഒരു സമ്മാനമാണ് യോഗ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ യോഗ ഇന്ന് ലോകം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ യോഗ ഡേ ഒക്കെ നമ്മൾ ലോകം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇനി മറ്റൊന്ന് ലോകോത്തര നിലവാരത്തിലോട്ട് ഉയർത്താൻ പറ്റിയ മറ്റൊരു സംഗതിയാണ് ആയുർവേദ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആയുഷിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 3 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദകൾ സെറ്റപ്പ് ചെയ്യാൻ, ആയുർവേദയ്ക്ക് വേണ്ടിയുള്ള 3 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്ഗ്രേഡിംഗ് ആയുഷ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് ടെസ്റ്റിംഗ് ലാബുകൾ. ഇപ്പോൾ ആയുർവേദ മരുന്നുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഡ്രഗ് ടെസ്റ്റിംഗ് ലാബുകളുടെ നിലവാരം ഉയർത്താനും അതുപോലെ തന്നെ അപ്ഗ്രേഡിംഗ് ദ ഹു ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെൻറ്റർ, ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെൻറ്ററിൻ്റെ ഗുണനിലവാരം ഉയർത്തുക, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് തീരുമാനമായിട്ടുണ്ട്. ദെൻ ഓറഞ്ച് എക്കണോമി. നമുക്കറിയാം ഓറഞ്ച് എക്കണോമി എന്ന് പറയുമ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉൾപ്പെടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓറഞ്ച് എക്കണോമി എന്ന് പറയുന്നത്. നമുക്കറിയാം AVGC, ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് ആൻഡ് അതുപോലെ കോമിക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഇതാണ് AVGC കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ AVGC കോണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ 15,000 സെക്കൻഡറി സ്കൂളുകളിലും 500 കോളേജുകളിലും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനമായിട്ടുണ്ട്. ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ് അതുപോലെ തന്നെ ഗെയിമിംഗ് ആൻഡ് കോമിക്കുമായിട്ട് ബന്ധപ്പെട്ട ലാബുകൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതും സേവന മേഖലയ്ക്കകത്ത് വരുന്നതാണ്. ഡിസൈൻ, സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡിസൈൻ ത്രൂ ദ ചാലഞ്ച് റൂട്ട് ഇൻ ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്. അപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ വളർന്നു വരുന്ന മറ്റൊരു മേഖലയാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഡിസൈനിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്റ്റേൺ റീജിയനിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ തുടങ്ങാനും ഗവൺമെൻറ് പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഖേലോ ഇന്ത്യൻ മിഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരു ടാലൻറ്റ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഈ ഖേലോ ഇന്ത്യ മിഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ, 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകൾ ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ കോറിഡോറിനോട് ചേർന്ന് 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകൾ. ഗേൾസ് ഹോസ്റ്റൽ, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഗേൾസ് ഹോസ്റ്റൽ തുടങ്ങാനും. ദെൻ ടെലസ്കോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, 4 പ്രധാനപ്പെട്ട ടെലസ്കോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പുതിയത് തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ളവ അപ്ഗ്രേഡ് ചെയ്യാനോ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. സെറ്റിംഗ് അപ്പ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി, ടൂറിസവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖല, ടൂറിസത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഉണ്ടാവില്ലേ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, കാറ്ററിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയും ഗവൺമെൻറ്റും ഇൻഡസ്ട്രി, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുമായിട്ട് ചേർന്ന് ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി സെറ്റപ്പ് ചെയ്യുമെന്നും ഗവൺമെൻറ് ഈ ഒരു ബഡ്ജറ്റിലൂടെ പറയുന്നുണ്ട്. ദെൻ ഫൈനാൻഷ്യൽ സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് ഫോർ വികസിത് ഭാരത് കൊണ്ടുവരുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് പറയുന്നുണ്ട്. ഹൈ ലെവൽ കമ്മിറ്റി ഓൺ വികസിത് ഭാരത്. ദെൻ ലോങ് ടേം എനർജി സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, ദീർഘകാലത്തേക്കുള്ള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ
ഗവൺമെന്റ് കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യവസായ മേഖലകളിൽ കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ കൊണ്ടുവരാൻ 20,000 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞു. എക്സംഷൻ ഓഫ് BCD, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, സോഡിയം ആന്റിമോണൈറ്റ് ഫോർ യൂസ് ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് സോളാർ ഗ്ലാസ്, അതിന്റെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സംഷൻ ഓഫ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ദ ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് റിക്വയർഡ് ഫോർ ദ പ്രോസസിംഗ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് ഇന്ത്യയിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം ഇപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്ന വലിയ രീതിയിലൊരു ഹോട്ട് ടോപ്പിക്കാണ്, ലോകത്തെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ ഗുഡ്സ് മെഷീൻസ് ഒക്കെ അതിനൊക്കെ ഇറക്കുമതിക്ക് ഒഴിവാക്കിയിട്ടുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. എൻറ്റയർ വാല്യൂ ഓഫ് ബയോഗ്യാസിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. Then extension of existing basic customs duty exemption on import of goods record for nuclear power project 2035 വരെ അതിനും ഒഴിവാക്കിയിട്ടുണ്ട്. Then capital goods used for ലിത്തിയം അയൺ സെൽ ബാറ്ററി, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉൽപ്പാദനം അതിൻ്റെ സ്റ്റോറേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്യാപിറ്റൽ ഗുഡ്സിനും കസ്റ്റംസ് ഡ്യൂട്ടി ഗവൺമെൻറ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയാൽ ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് ഗ്യാരണ്ടി ഫണ്ട്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് അസറ്റ്, ദെൻ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. കണ്ടോ, അതും ശ്രദ്ധിച്ചോണം. 20 പുതിയ നാഷണൽ വാട്ടർ വേസ് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഷിപ്പ് റിപ്പയർ എക്കോസിസ്റ്റം ടു ഇൻലാൻഡ് വാട്ടർവേസ്. ദെൻ കോസ്റ്റൽ കാർഗോ പ്രൊമോഷൻ സ്കീം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. കോസ്റ്റൽ ഷിപ്പിംഗ് 6% നിന്ന് 12% 2047 12% ഉയർത്തുമെന്ന് പറയുന്നുണ്ട്. സീ പ്ലെയിൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗവൺമെൻറ് പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം സംസ്ഥാനങ്ങൾക്ക് 2 ലക്ഷം കോടി സപ്പോർട്ട് കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതായത് സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന് 2 ലക്ഷം കോടി സപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്നു. പൂർവോദയ, നമുക്കറിയാം പൂർവോദയ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഒരു ഈസ്റ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയൽ കോറിഡോർ, അപ്പോൾ ഈസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അപ്പോൾ നോർത്ത് ഈസ്റ്റ് മാത്രമല്ല ഈസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ പൂർവോദയ സ്കീം ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒഡീഷ, ആന്ധ്ര, ഈ പറയുന്ന പോലെ അങ്ങനത്തെ ആ ഭാഗത്തുള്ള ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയുള്ള സ്കീമാണ് പൂർവോദയ. നോർത്ത് ഈസ്റ്റ് അല്ല, ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക്. അപ്പോൾ ഒരു ഈസ്റ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയൽ കോറിഡോർ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുമെന്നും ഗവൺമെൻറ് പറയുന്നുണ്ട്. ദെൻ അർബനൈസേഷൻ, നഗരങ്ങളാണ് എക്കണോമിക് പവേഴ്സ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഫോക്കസ് 2 ആൻഡ് ഫോക്കസ് 3 നഗരങ്ങളെയും ടെമ്പിൾ ടൗണുകളെയും ഫോക്കസ് ചെയ്യുമെന്ന് പറയുന്നു. 7 ഹൈ സ്പീഡ് റെയിൽ കോറിഡോറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് കണക്ടേഴ്സ് എന്ന് നമ്മൾ ഗവൺമെൻറ് ഈ ഒരു ബഡ്ജറ്റിനകത്ത് പറയുന്നുണ്ട്. കേരളം പ്രതീക്ഷിച്ചു ഒരു ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ, പക്ഷെ നമുക്ക് കിട്ടിയില്ല. നമ്മൾ സിൽവർ ലൈൻ മാറ്റിയിട്ട് RRTS വേണം, അല്ലെങ്കിൽ ഈ ശ്രീധരൻ പറഞ്ഞ വേറൊരു പ്രപ്പോസ് ചെയ്ത ട്രെയിൻ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കേരളത്തിനൊന്നും തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ 7 ഹൈ സ്പീഡ് റെയിൽ കോറിഡോറാണ്. ശ്രദ്ധിക്കുക, അത് സ്റ്റേറ്റിനകത്ത് മുഴുവൻ ഓടുന്നതല്ല, പ്രധാന നഗരങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. അതിന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മുംബൈ പൂനെ ഒരെണ്ണം, പൂനെ ഹൈദരാബാദ് ബാംഗ്ലൂർ, ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ, ഡൽഹി വാരണാസി സിലിഗുരി തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രോത്ത് കണക്ടേഴ്സ് ആയിട്ടുള്ള 7 ഹൈ സ്പീഡ് റെയിൽ കോറിഡോറുകൾ എന്ന് പറയുന്നത്. ദെൻ ഫിസ്ക്കൽ മാറ്റേഴ്സ് പറഞ്ഞല്ലോ. 16ാമത് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സഭയ്ക്ക് മുന്നിൽ വച്ചിട്ടാണ് നിർമ്മല സീതാരാമൻ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ 16ാമത് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം വെർട്ടിക്കൽ ഡെവല്യൂഷൻ, അതായത് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള ഫണ്ടിൻ്റെ എത്ര ഭാഗം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യണം. അപ്പം നോക്കിയേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഒരു സെക്കൻഡേ, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള ഫണ്ട് മുഴുവൻ സ്റ്റേറ്റുകൾക്കും മൊത്തം ഡിവിസിബിൾ പൂൾ ഓഫ് ടാക്സിൻ്റെ എത്ര പെർസെൻറ്റേജ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. അത് 41% ആണ് ഈ പറയുന്ന പോലെ നമ്മുടെ ധനകാര്യ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ടെന്ന്, അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് ഗവൺമെൻറ് പറയുകയാണ്. പ്രൊവിഷൻ ഓഫ് 1.4 lakh crore സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ 27-ൽ. അതിനകത്ത് റൂറൽ അർബൻ ലോക്കൽ ബോഡി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രാന്റ് എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഫിസ്ക്കൽ കൺസോളിഡേഷന്റെ ഭാഗമായിട്ട് 2030 കൂടി നമ്മുടെ ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 50 ± 1 ആണെന്ന് പറയുന്നുണ്ട്. അതായത് പെർസെൻറ്റേജ്, അതായത്
GDP-യുടെ 50% വരെയാക്കി എന്ത് നിർത്തും? ടോട്ടൽ ഡെറ്റ് നിർത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കവിടെ ഇതിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഡെഫിസിറ്റുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ഡെഫിസിറ്റ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റിന് പറ്റുന്നുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് നമുക്കറിയാം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ബോറോയിങ്സ് ആണ്. ഗവൺമെൻറ് ടോട്ടൽ ബോറോയിങ്സിനാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. റവന്യൂ, പ്രൈമറി എഫക്റ്റീവ് റവന്യൂ എല്ലാം തന്നെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിക്കുന്നത് ലാസ്റ്റ് ഒരു 5 years ആയിട്ട്. അപ്പോൾ അത് ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡെഫിസിറ്റ് കുറയുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് പറയുന്നുണ്ട്. ദെൻ ഗവൺമെന്റിന് പൈസ എവിടുന്ന് കിട്ടുന്നു, പൈസ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം അറിയണ്ടേ? ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ റെസീപ്റ്റ് ഈ വർഷം ഏറ്റവും കൂടുതൽ പൈസയായിട്ട് കിട്ടുന്ന ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റി. ഈ വർഷമല്ല, എല്ലാ കാലവും ഗവൺമെന്റ് ഏറ്റവും വലിയ റെസീപ്റ്റ് എന്ന് പറയുന്ന ബോറോയിങ്സ് ആൻഡ് അതർ ലൈബിലിറ്റീസ് ആണ്. പക്ഷേ ഇൻകം ടാക്സ് കൂടുന്നുണ്ട് ഗവൺമെന്റ്. ഇൻകം ടാക്സ് 21%. 21% ഗവൺമെന്റ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്നത് ഇൻകം ടാക്സ് ആണ്. ഗവൺമെന്റ് പക്ഷേ ഏറ്റവും വലിയ റെസീപ്റ്റ് എന്ന് വെച്ചാൽ റിസീവ് ചെയ്യുന്ന കയ്യിലോട്ട് കിട്ടുന്ന പൈസ ബോറോയിങ്സ് ആണ്. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പണമായിട്ട് കൈ കിട്ടുന്നത് ബോറോയിങ്സ് ആണെങ്കിലും ഏറ്റവും വലിയ നികുതി വരുമാനം ഇൻകം ടാക്സ് ആണ്. രണ്ടാമത് കോർപ്പറേഷൻ ടാക്സ് ആൻഡ് തേർഡ് GST ആൻഡ് അതർ ടാക്സസ്. ഇനി പൈസയൊക്കെ എങ്ങോട്ടാണ് ചിലവാക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ്, സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ്. രണ്ടാമതാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. കഴിഞ്ഞ വർഷം മുതലാണ് ഇത്തരത്തിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അതിന് മുന്നേ വരെ ഗവൺമെന്റ് ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സാണ്, പലിശ അടവുകളാണ്. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ്, സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നികുതിയാണ് ഏറ്റവും കൂടുതൽ. രണ്ടാം സ്ഥാനമാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റിനകത്ത് വരുന്നത്. ഇനി എക്സ്പെൻഡിച്ചർ ഓൺ മേജർ ഐറ്റംസ്, ഓരോ ഐറ്റത്തിനും ഗവൺമെന്റ് എന്തുമാത്രം പൈസ ചിലവാക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തവണ ഒരു രസമുണ്ട്. നോക്കിയേ, ട്രാൻസ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ചിലവ്. സാധാരണ നമ്മൾ കാണുന്നുണ്ട് ഡിഫൻസ് ആണ് ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഐറ്റം സാധാരണ നമ്മൾ കാണുന്നത് ഡിഫൻസ് ആണെങ്കിൽ ഇത്തവണ ട്രാൻസ്പോർട്ടാണ്. ഡിഫൻസ് രണ്ടാം സ്ഥാനത്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പൈസ ചിലവാക്കിയിട്ടുണ്ട്. 6812 കോടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലവാക്കിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ബഡ്ജറ്റിന്റെ ഒരു ഹൈലൈറ്റ്സ് നമുക്ക് പറയാനുള്ളത്. ബഡ്ജറ്റിനകത്ത് എന്തുണ്ടെന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കി, അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാകും. സോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് ബഡ്ജറ്റിന്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ അടുത്ത വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്